മറ്റു വാർത്തകളിലേക്ക്. ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ടെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 45 പേരാണ് കൊല്ലപ്പെട്ടത്. 100-ലധികം പേർക്ക് പരിക്കേറ്റു. അതേസമയം ടെലവീവ്, ഹൈഫ നഗരങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇറാന്റെ ആക്രമണത്തിൽ 25 പേരാണ് കൊല്ലപ്പെട്ടത്. അവസാന അർഷാദ് ചേരുന്നു വിവരങ്ങളുമായി. അവസാന, ഇസ്രായേലിന്റെ പരമമായ ലക്ഷ്യമെന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി ആണെന്ന് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കി. എന്നാൽ അത് വലിയ രീതിയിൽ ഇറാനെ പ്രകോപിപ്പിച്ചിട്ടുമുണ്ട്. അമേരിക്കയുടെ ഇടപെടൽ നിർണായകമാകുമോ? ഈ സംഘർഷത്തിനൊരു അവസാനം ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. ഇന്നലെ തുടർച്ചയായ 4ാം ദിവസവും ഇസ്രായേലിന്റെ ആക്രമണങ്ങളും ഇറാന്റെ പ്രത്യാക്രമണങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമാനിയെ വധിച്ചാൽ ഈ സംഘർഷം അവസാനിക്കുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു. ഇത് ഇറാനെ വളരെയധികം പ്രകോപിച്ചിട്ടുണ്ട്. തുടർച്ചയായി ഇന്നലെ രാത്രിയിൽ ഉടനീളം തന്നെ ഇന്നലെ ഇസ്രായേലാട്ടെ ഇറാനിലാട്ടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇറാനിലെ ടെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരുന്നു. നേരത്തെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു, അതായത് ടെഹ്റാനിൽ ആക്രമണം ശക്തമാക്കുമെന്ന്. ഇന്നലെ അതായത് ആദ്യമായി ഇറാനിന്റെ ഔദ്യോഗിക ചാനലായ IRBയുടെ ആസ്ഥാനത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത്. തത്സമയ സംപ്രേഷണം നടക്കുന്നതിനിടയിലാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത്. 1973 മുതൽ നിലനിൽക്കുന്ന ഇറാൻ സർക്കാരിനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ടെഹ്റാനിലെ IRBയുടെ ആസ്ഥാനമാണ് ഈ രാത്രിയിൽ ആദ്യം ഇസ്രായേൽ ആക്രമിച്ചത്. തുടർന്ന് രാത്രിയിലുടനീളം ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നീണ്ടുനിന്നു. രാത്രിയിലുടനീളമുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 45 പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ടെഹ്റാൻ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ കൂടുതലായി ആക്രമണം നടത്തുന്നത്. ഇറാനിലെ നദാൻസ് ആണവോർജ്ജ കേന്ദ്രത്തിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. മാത്രമല്ല ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലും ഇസ്രായേൽ ആക്രമിച്ചു. നിലവിൽ ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ മറ്റ് പൗരന്മാരോട് ഇറാൻ വിടാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ 10,000-കണക്കിന് ആളുകളാണ് ഇറാനിലുള്ളത്. അതിൽ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു. ഇവരെ നിലവിൽ മറ്റൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ അറിയിച്ചിട്ടുണ്ട്. ഇവരെ ഒഴിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ടെഹ്റാനിൽ നിന്നും 148 കിലോമീറ്റർ അകലെയുള്ള കോമിലേക്കാണ് ഇന്ത്യൻ പൗരനെ ആദ്യം മാറ്റുന്നത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ ഒഴിയണമെന്ന് സൈനിക നടപടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രമല്ല ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കുന്നത് ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിയണമെന്ന് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളടക്കം ഒഴിഞ്ഞു പോകുന്നത്. നിലവിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇറാനിലുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ ഒരു സംഘത്തെ അർമേനിയയിലേക്കും ഉടൻ മാറ്റും. ഇന്ത്യയുടെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി വ്യോമാതിർത്തി അടച്ചിട്ടതിനാൽ വിദ്യാർത്ഥികൾക്ക് അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കടക്കാൻ കര അതിർത്തികൾ ഉപയോഗിക്കാമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ഇറാനിലെ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അവരെ ഉൾപ്പെടുത്തുന്നുണ്ടെന്നും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയും വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ രാത്രിയിലുടനീളം
തുടരുന്ന ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇറാന്റെ ആക്രമണത്തിൽ 25 പേരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇറാനിൽ 45 പേർ കൊല്ലപ്പെട്ടു. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇസ്രയേൽ നഗരത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈവേയും ടെൽ അവീവും അടക്കമുള്ള നഗരങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ ടെഹ്റാനിലുള്ള ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇറാൻ ഉടനൊരു ആണവ കരാറിൽ ഒപ്പുവെക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് ഉത്തരവാദി ഇറാൻ മാത്രമാണെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. മാത്രമല്ല ഇതുവരെയുള്ള ഇസ്രയേൽ ആക്രമണത്തിൽ തങ്ങൾ പങ്കാളികളായിട്ടില്ല. എന്നാൽ ഇനി വരും മണിക്കൂറുകളിലുള്ള വരുന്ന ആക്രമണത്തിൽ തങ്ങൾ പങ്കാളികളാകും. ഇനി ഇസ്രയേലിനെ ആക്രമിച്ചാൽ തങ്ങളുടെ സർവ്വശക്തിയുമെടുത്ത് തിരിച്ചടിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമാനിയെ വധിച്ചാൽ സംഘർഷം അവസാനിപ്പിക്കുമെന്നാണ് ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഇറാനെ വളരെയധികം പ്രകോപിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും ആക്രമണം ശക്തമാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ശരി, അവസാന അർഷാദാണ് വിവരങ്ങൾ നൽകിയത്. ഇറാൻ ആക്രമണത്തിൽ ഇസ്രായേലിൽ 25 പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഇറാനിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ 45 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. സംഘർഷം അങ്ങനെ തുടരുകയാണ്. ഇരു രാജ്യങ്ങളും വിട്ടുകൊടുക്കുന്നൊരു സാഹചര്യമില്ല. ട്രംപിൻ്റെ നിലപാട് അല്ലെങ്കിൽ ട്രംപ് എത്തരത്തിലായിരിക്കും ഇതിൽ ഇടപെടുക, അമേരിക്കയുടെ ഇടപെടൽ ഈ ഒരു സംഘർഷത്തിൽ എങ്ങനെയായിരിക്കും, ഇതിനൊരു അവസാനം ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ എന്നുള്ളതൊക്കെയാണ് ഈ മണിക്കൂറുകളിലൊക്കെ ചർച്ച ചെയ്തു വരുന്നത്. അവസാന അർഷാദാണ് വിവരങ്ങൾ നൽകിയത്.